അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമാക്കപ്പെട്ട ബലിപെരുന്നാളിനോടനുബന്ധിച്ച് ലോക മുസ്ലിമീങ്ങൾ, ലോകത്തുള്ള ലക്ഷക്കണക്കിന് വിശ്വാസികൾ നടത്തുന്ന വളരെ പുണ്യമാക്കപ്പെട്ട ഒരു കർമ്മമാണ് ഉദ്ഹിയ്യത്ത്. പാവങ്ങൾക്ക് വേണ്ടി ആട്, മാട്, ഒട്ടകങ്ങൾ അറുത്ത് അതിൻ്റെ മാംസം വിതരണം ചെയ്യപ്പെടുന്ന ലോകത്തെ തുല്യതയില്ലാത്ത ചാരിറ്റി പ്രവർത്തനം 3 ദിവസം കൊണ്ട് 4 ദിവസം കൊണ്ട് ലോകത്ത് നടത്തപ്പെടുന്നു വിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിൻ്റെ പേരിൽ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുന്നത് മാ അമലു ആദമിയിൻ മിൻ അമലി യൗമിൻ നഹ്രി അഹബ്ബു ഇലല്ലാഹി മിൻ ഇഹ്റാഖി ദമി. ബലിപെരുന്നാൾ ദിവസത്തിൻ്റെ അന്ന് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം അത് രക്തം ചിന്തലാണ്, ബലിമൃഗത്തിൻ്റെ രക്തം ചിന്തലാണ് എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം ബലിയെ പ്രോത്സാഹിപ്പിച്ച അല്ലെങ്കിൽ ബലി അർപ്പിക്കണമെന്ന് പറഞ്ഞ ഒരു മതം തന്നെയാണ്. എന്നാൽ ഇതിൻ്റെ പേരിൽ വിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിനെ ക്രൂരതയുടെയും കാരുണ്യമില്ലായ്മയും സഹാനുഭൂതിയും അനുകമ്പയുമില്ലാത്ത ഒരു മതമായി ചിത്രീകരിക്കാൻ ചില നീട്ടി വളർത്തിയ മുടിയുള്ള മൗലവിമാരും ചില യുക്തിവാദികളുമൊക്കെ ശ്രമിക്കുന്നതായി ശ്രദ്ധയിൽ കണ്ടു. CH മുസ്തഫ മൗലവി എന്ന് പറയുന്ന ഒരു യുക്തിവാദി അല്ലെങ്കിൽ ഒരു മൗലവി സ്വന്തം അഭിപ്രായങ്ങൾക്കനുസരിച്ച് വിശുദ്ധമായ ഖുർആനെയും പരിശുദ്ധമായ ശരീഅത്തിനെയും വളച്ചൊടിക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം ഉദ്ഹിയ്യത്തിനെ കുറിച്ചും ചില ബാലിശമായ ചില വാദങ്ങൾ അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഒന്ന് നിങ്ങൾ കേട്ടു നോക്കൂ. ഇവിടെ ആലോചിക്കേണ്ടത്, പുണ്യം എന്ന നിലയ്ക്ക് അറവ് എന്നത് എത്രത്തോളം ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ബലിയർക്കുക എന്നുള്ളത് ഖുർആനികമായി നിലനിൽക്കുന്ന അല്ലെങ്കിൽ ഖുർആനികമായി അനുശാസിക്കപ്പെട്ട ഒരു വ്യക്തമായ ആരാധനയല്ല എന്ന് ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. സൂറത്തുൽ കൗസറിൽ ഫസല്ലി ലിറബ്ബിക വൻഹർ എന്ന് പറഞ്ഞിടത്ത് വൻഹർ എന്ന് പറഞ്ഞത് അറബിനെ സംബന്ധിച്ചാണ്, ബലിയറുക്കുന്നതിനെ സംബന്ധിച്ചാണ് എന്ന ഏക വ്യാഖ്യാനമാണ് അതുമായി ബന്ധപ്പെട്ട് നിലവിലുള്ളത്. നേർക്കുനേരെ അതിൻ്റെ അർത്ഥമോ അത് ആ പദമോ ബലിയറവുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്നതേ അല്ല. അതിൻ്റെ വ്യാഖ്യാനത്തിൽ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് ബലിയറുക്കണം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ഖുർആനിൽ ഇതിന് അടിസ്ഥാനം കാണാൻ ഇത് നിർബന്ധമാണെന്നോ അല്ലെങ്കിൽ ഇത് വളരെയധികം പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ആരാധനയാണെന്നോ പറയുന്ന ആളുകൾ പറയുന്ന ഏക തെളിവ് അത് മാത്രമാണ്. ഖുർആനിൽ ഇന്നഅതൈനാക്കൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ എന്ന് പറഞ്ഞത് ബലികർമ്മത്തെക്കുറിച്ചല്ല എന്ന് കള്ള നുണ തട്ടിവിടുകയാണ് ഈ മൗലവി ചെയ്യുന്നത്. അതിലപ്പുറത്ത് ഖുർആനിൽ ഉദ്ഹിയ്യത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ബലികർമ്മത്തെക്കുറിച്ച് ഒന്നും പരാമർശിച്ചിട്ടില്ല എന്നും ഈ മൗലവി തട്ടിവിടുകയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇദ്ദേഹം നടത്തുന്നത് വളരെ കൃത്യമായ വളരെ വ്യക്തമായ തട്ടിപ്പാണ്. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ എന്താണ് ഈ ഫസല്ലി റബ്ബിക വൻഹർ എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്? മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു, ഇബ്നു അബ്ബാസിൻ വഅതാവുൻ വമുജാഹിദുൻ വഇക്രിമത്തുൻ വൽ ഹസനു. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തി വെക്കുന്നു, ഇബ്നു അബ്ബാസ് തങ്ങളും മുജാഹിദ് തങ്ങളും ഇക്രിമ തങ്ങളും ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാർ പറയുന്നു, യഅനി ബിദാലിക വൻഹർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നഹ്റുൽ ബദനി വനഹ്വിഹ, ആട്, മാട്, ഒട്ടകം പോലത്തതിന് അറുക്കലാണ് എന്ന്. വൻഹർ എന്ന് പറഞ്ഞത് ആട്, മാട്, ഒട്ടകങ്ങൾ പോലെയുള്ള വസ്തുക്കളെ അറുക്കലാണ് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റഹിമഹുല്ലാഹ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹത്തുക്കൾ പറഞ്ഞു വെച്ചത് കാണാതെ വൻഹർ എന്നത് മറ്റെന്തൊക്കെയോ അർത്ഥമാണ് എന്ന് ജനിപ്പിക്കുകയാണ് ഈ മുസ്തഫ മൗലവി ചെയ്യുന്നത്. അതിനപ്പുറത്ത് മഹാനായ ഇമാം ത്വബരി തങ്ങൾ അവിടുത്തെ തഫ്സീർ രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാം. ഫസല്ലി റബ്ബിക വൻഹർ എന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ടവർ പറയുന്ന ഹദ്ദസന ഇബ്നു ഹുമൈദ് ഖാല ഹദ്ദസന ഹക്കാം ഇബ്നു സലം എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ പറയാൻ അൻ ഇബ്നു അബി നജീഹിൻ അൻ മുജാഹിദിൻ ഫസല്ലി റബ്ബിക വൻഹർ ഖാല അസ്സലാത്തുൽ മക്തൂബ വനഹറുൽ ബദനി എന്നാണ് രേഖപ്പെടുത്തുന്നത്. വൻഹർ എന്ന് പറഞ്ഞാൽ നെഹ്റുൽ ബുദൻ
എന്ന് ബഹുമാനപ്പെട്ടവർ രേഖപ്പെടുത്തുന്നു. ഇതുപോലെ തന്നെ ബഹുമാനപ്പെട്ടവർ പിന്നെ രേഖപ്പെടുത്തുന്നുണ്ട്, വൻ നെഹ്റു എന്ന് പറഞ്ഞാൽ അന്നസ്കു വദ്ദബഹു യൗമൽ അദ്ഹ. നുസ്കാണ്, വലിയ പെരുന്നാൾ ദിവസത്തിലുള്ള ആരാധനകളാണ്, ഇബാദത്തുകളാണ്. വദ്ദബഹു അറിവുമാണ് എന്ന്. അപ്പോൾ വിശുദ്ധമായ ഖുർആനിൽ ഈ ഉദ്ഹിയത്തിനെ കുറിച്ചുള്ള പരാമർശം ഇല്ല എന്ന് പറയുന്നത് ശുദ്ധമായ അസംബന്ധമാണ്. ഈ വൻഹർ എന്നതിന്റെ വിശദീകരണത്തിൽ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ ഇത് വളരെ കൃത്യമായി രേഖപ്പെടുത്തിയ വസ്തുതയാണ്. വൻഹർ എന്ന ആയത്തിൽ അതില്ല എന്ന് പറയുന്നത് ശുദ്ധമായ അബദ്ധമാണെന്ന് മനസ്സിലാക്കണം. ഇതിനപ്പുറത്ത് വിശുദ്ധമായ ഖുർആനിൽ വളരെ കൃത്യമായി ഉദ്ഹിയത്തിനെ കുറിച്ച്, ഉദ്ഹിയത്തിന്റെ അറവിനെ കുറിച്ച്, ദബ്ഹിനെ കുറിച്ച് വളരെ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. സൂറത്തുൽ ഹജ്ജ് നമ്മൾ പരിശോധിച്ചാൽ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, വൽ ബുദ്ന ജഅൽനാഹാ ലക്കും മിൻ ശആഇരില്ലാഹ് ലക്കും ഫീഹാ ഖൈർ. വൽ ബുദ്ൻ ഒട്ടകങ്ങളുടെ അറുക്കൽ, അതിൽ നിങ്ങൾക്ക് എന്തുണ്ട്? ജഅൽനാഹാ ലക്കും മിൻ ശആഇരില്ലാഹ്, അത് അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട അടയാളങ്ങളാണ്, അത് അള്ളാഹുവിന്റെ ഷിആറാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ പറയാൻ. എന്നിട്ടോ വൽബുദ്ൻ ഒട്ടകങ്ങൾ, എന്നിട്ട് പറയാ ഫദ്കുറു ഇസ്മല്ലാഹി അലൈഹാ, നിങ്ങൾ ആ ഒട്ടകങ്ങളുടെ മേൽ അള്ളാന്റെ നാമം ചെല്ലണം. എങ്ങനെ അള്ളാന്റെ നാമം ഒട്ടകങ്ങളുടെ മേൽ ചെല്ലുക? ഒട്ടകങ്ങളുടെ അടുത്ത് പോയിട്ട് ബിസ്മി എന്ന് പറയേ അല്ല. സവാഫിൻ, വിശുദ്ധമായ ഖുർആൻ സവാഫിൻ, സൊഫ് അണിയായി നിർത്തിയ, അണികളായി നിർത്തിയ ഒട്ടകങ്ങളുടെ അടുത്ത് പോയി ബിസ്മി ചെല്ലുക എന്ന് പറഞ്ഞെന്താ? അതെ, അവകളെ അറുക്കലാണ്. അതാണ് ഉദ്ഹിയത്ത്. അത് വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഹജ്ജിന്റെ 36-ാമത്തെ ആയത്തിലൂടെ വളരെ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുന്നു. വിശുദ്ധമായ ഖുർആൻ പറയാൻ ഫഇദാ വജബത് ജുനൂബുഹാ ഫകുലൂ മിൻഹാ, അങ്ങനെ അവകളെ അറുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾ തിന്നോളൂ. വാതിഇമുൽ കാനിയ വൽ മുഅ്തറ, ബുദ്ധിമുട്ടുന്ന പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുകയും ചെയ്തോളൂ എന്ന് വിശുദ്ധമായ ഖുർആൻ പറയാൻ. എന്നിട്ട് ഈ മൗലവി പറഞ്ഞു, നിങ്ങൾ കേട്ടല്ലോ എന്താണ് അദ്ദേഹം പറഞ്ഞത്? വിശുദ്ധമായ ഖുർആനിൽ അങ്ങനെ ഒന്നും ഇല്ല എന്ന്. ഇനി അദ്ദേഹം പറയുന്നത് വീണ്ടും നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ബലി എന്നാൽ അറവല്ല എന്നുള്ളതാണ് വസ്തുത. എല്ലാ മതങ്ങളിലും ബലിയുണ്ട്. ആ ബലി അറവല്ല, സമർപ്പണമാണ്. ഇബ്രാഹിം നബി മകനെ ബലി അറുത്തു എന്നത് ഇബ്രാഹിം നബി മകനെ സമർപ്പിച്ചു എന്ന അർത്ഥത്തിലാണ് മനസ്സിലാക്കേണ്ടത്. ഖുർആൻ അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഖുർആനിൽ ഇബ്രാഹിം നബി മകനെ നിന്നെ ഞാൻ ബലി നൽകുന്നത് സ്വപ്നം കണ്ടു എന്ന് പറയുമ്പോൾ അവിടെ ബലി നിന്നെ ഞാൻ സമർപ്പിക്കുന്നത് സ്വപ്നം കണ്ടു എന്നാണ്. അദ്ദേഹം പറയാൻ ബലി എന്നാൽ സമർപ്പണമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മായിൽ നബിയെ സമർപ്പിച്ചതാണ്. ബലി എന്നാൽ സമർപ്പണം മാത്രമല്ല, അത് അറുക്കൽ തന്നെയാണ്. എന്ത് നുണയാണ് അദ്ദേഹം പറയുന്നത്? വിശുദ്ധമായ ഖുർആൻ സ്വാഫാത്തിലെ 102-ാമത്തെ ആയത്ത് നിങ്ങൾ നോക്കണം. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയാൻ ഫലമ്മാ ബലഗ മഅഹു സഅയ ഖാല യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അസ്ബഹുക. ഇസ്മായിൽ നബിയെ വിളിച്ചിട്ട് ഇബ്രാഹിം നബി പറയാൻ, പൊന്നു മകനെ, ഇന്നി അറാ ഫിൽ മനാം, ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്, അന്നി അസ്ബഹുക, ഞാൻ നിന്നെ അറുക്കുന്നുണ്ട്. അവിടെ സമർപ്പണം എന്നാ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, അറുക്കുന്നുണ്ട് എന്ന് തന്നെ പറഞ്ഞത്. അപ്പൊ അറിവ് തന്നെയാണുള്ളത്. എന്നിട്ട് ബലി സമർപ്പണമാണ് എന്ന് പറയുന്നത് ലഘൂകരിക്കാൻ ശ്രമിക്കുന്നത് വിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിനോട് ചെയ്യുന്ന, ഖുർആനോട് ചെയ്യുന്ന അനീതിയാണ്. വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ സ്വാഫാത്ത് 102-ാമത്തെ ആയത്ത് പരിശോധിച്ചാൽ ഈ സംഭവം നമുക്ക് കാണാൻ കഴിയും, ഈ ആയത്ത് കാണാൻ കഴിയും. ഇബ്രാഹിം നബി പറയുന്നത് ഞാൻ അറുക്കുക തന്നെ ചെയ്യുന്ന, സമർപ്പിക്കുന്നല്ല ഇറങ്ങുന്നത്. അത് ദബഹ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥമെന്ന് നോക്കണം, ഒന്ന് പരിശോധിക്കണം. എന്നിട്ടാണ് വിശുദ്ധമായ ഇസ്ലാമിലെ ബലിയെ ചിത്രീകരിക്കാൻ, അത് ഇസ്ലാമിൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മുടിയും നീട്ടിക്കൊണ്ട് ഒരു മൗലവി കടന്നു വരുന്നത്. ഫ്രിഡ്ജ് ഇത് നിറച്ചു വെക്കുകയും അത് സമൂഹത്തിൽ വിമർശനത്തിനും പരിഹാസത്തിനും കാരണമായി തീരുകയും ചെയ്യുന്ന വിധത്തിൽ അറുത്ത് തള്ളുക എന്നുള്ളത് തീർച്ചയായും നിരുത്സാഹപ്പെടുത്തേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അദ്ദേഹം പറയുന്നത് സമൂഹത്തിൽ പരിഹസിക്കപ്പെടുമെന്നാണ്. ഉദ്ഹിയത്ത് കുറെ അറുത്താൽ സമൂഹത്തിൽ പരിഹസിക്കപ്പെടും. എടോ, വിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിന്റെ നിയമങ്ങൾ അനുഷ്ഠിച്ചതിന്റെ മേൽ പരിഹസിക്കപ്പെടുകയാണെങ്കിൽ എന്താ പ്രശ്നം? എന്താണ് പ്രശ്നം? മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കപ്പലുണ്ടാക്കിയപ്പോൾ ആളുകൾ പരിഹസിച്ചില്ലേ, കളിയാക്കിയില്ലേ? എന്തൊക്കെ പറഞ്ഞു? പൊട്ടനാണ്, ഭ്രാന്തനാണ് എന്ന് പറഞ്ഞില്ലേ? അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ മുഴുവൻ വിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിന്റെ നിയമങ്ങൾ പറഞ്ഞപ്പോ, പഠിപ്പിച്ചപ്പോ അതിനെ പരിഹസിച്ചില്ലേ? മജ്നൂനാണെന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് പരിഹസിക്കാത്രേ. പരിഹസിച്ചാൽ മാറ്റിവെക്കേണ്ടതാണ് അള്ളാഹുവിന്റെ ദീനുൽ ഇസ്ലാം. ദീനുൽ ഇസ്ലാമിനെ ലഘൂകരിക്കാൻ കടന്നു വന്നിരിക്കുന്ന ഓരോ മുടി നീട്ടിവെച്ച ആളുകൾ, ഇത്തരക്കാരുടെ ഗൂഢമായ തന്ത്രങ്ങൾ മുസ്ലിം സമൂഹം നേരവണ്ണം കണ്ടുവെക്കണമെന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്.
ഈ അറവ് ഒരു പുണ്യമായി തീരുന്നത് എങ്ങനെയാണ്? ആലോചിച്ച് നോക്കൂ. അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിയാണ് മനുഷ്യൻ, അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിയാണ് ഈ മൃഗം. ഈ മൃഗത്തെ, തൻ്റെ സൃഷ്ടിയായ ഒരു മൃഗത്തെ അറുത്ത് അതിൻ്റെ രക്തം ഒഴുകുന്നത് കണ്ട് താൻ ഈ മനുഷ്യനിൽ സംതൃപ്തനാകുമെന്ന് പറയുമ്പോൾ ആ ദൈവസങ്കല്പത്തിൽ എത്രമാത്രം ക്രൂരതയാണ് ഉള്ളടങ്ങിയിട്ടുള്ളത്. ആലോചിച്ച് നോക്കൂ. ദൈവം കാരുണ്യവാനാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കരുണാവാനായ ദൈവത്തിൻ്റെ നാമത്തിൽ എന്നൊക്കെ പറയുമ്പോൾ ഈ കാരുണ്യം ഈ മൃഗത്തിന് എങ്ങനെയാണ് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത്? അടുത്തതായി മൗലവി പറയുന്നത് മൃഗങ്ങളോട് ചെയ്യുന്ന ക്രൂരതയാണ് എന്നാണ്. മൃഗങ്ങളോട് ചെയ്യുന്ന ക്രൂരതയാണ് ബലികർമ്മം എന്ന്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, കച്ചവട ആവശ്യത്തിന് വേണ്ടി മൃഗങ്ങളെ അറുക്കുന്നത് ക്രൂരതയല്ല, മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി മൃഗങ്ങളെ അറുക്കുന്നത് ക്രൂരതയല്ല. ബലികർമ്മം ചെയ്യുമ്പോൾ മാത്രം അത് ക്രൂരത. ഈ ഒരു വാദം ഏറ്റുപിടിക്കുന്ന പല യുക്തിവാദികളും പല നിരീശ്വരവാദികളും നമ്മുടെ പരിസരങ്ങളിലുണ്ട്. അവരൊക്കെ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് കച്ചവടം ചെയ്യുമ്പോൾ അവിടെ ബീഫിന് പ്രശ്നമില്ല, അവിടെ മിണ്ടാപ്രാണിയെ കൊല്ലുന്ന പ്രശ്നമില്ല. ഒരു ബലികർമ്മം നടത്തുമ്പോഴേക്ക് അത് വലിയ പ്രശ്നമാക്കുന്നത് എന്തു വിഡ്ഢിത്തരമാണ്, എന്ത് മണ്ടത്തരമാണ്. നോക്കണം നിങ്ങൾ, 2023-24 വർഷത്തിൽ, ആ സാമ്പത്തിക വർഷത്തിൽ 2023-24 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയിൽ 374.05 കോടി ഡോളർ, അഥവാ ഏകദേശം 31,010 കോടി രൂപയുടെ വരുമാനം ഇന്ത്യയിലെ കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിന് കീഴിലെ അഗ്രികൾച്ചറൽ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് പ്രൊഡക്റ്റ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റി നേടിയെന്ന് വാർത്തയാണ്. പോത്തിറച്ചി കയറ്റുമതി ചെയ്തിട്ട് 30,000-ഓളം വരുന്ന കോടി രൂപ സമ്പാദിച്ചു എന്ന് ഇന്ത്യയിൽ നിന്ന്. നോക്കണം, എത്ര മൃഗങ്ങളെ കൊന്നിരിക്കും, മൃഗങ്ങളെ അറുത്തിരിക്കും. ഇതൊന്നും വലിയ വിഷയമല്ല. 2023 15 ലക്ഷം ടണ്ണ് മാട്ടിറച്ചിയാണ് ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്തത്. ഇത് വാർത്തയാണ്. ഇത് പ്രശ്നമല്ല, ഇതാർക്കും വിഷയമല്ല. കച്ചവട ആവശ്യത്തിന് വേണ്ടി മൃഗങ്ങളെ കൊല്ലാം, അല്ലെങ്കിൽ മൃഗങ്ങളെ അറുക്കാം. എന്നാൽ അള്ളാഹുവിന്റെ ബലികർമ്മം എന്ന് സുന്നത്താക്കിയ നബിസ്വല്ലല്ലാഹു സുന്നത്താക്കിയ ഒരു കർമ്മം, അത് തന്നെ അതിന്റെ മാംസം മുഴുവൻ പാവപ്പെട്ട വിഷമങ്ങൾ അനുഭവിക്കുന്ന നാട്ടിലെ ആളുകൾക്ക് വിതരണം ചെയ്യുന്നു. ഇത് വലിയ വിവാദമാക്കുന്നത് എന്ത് പൊട്ടത്തരമാണ്, എന്ത് മണ്ടത്തരമാണ് എന്ന് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും. വിശുദ്ധമായ ഇസ്ലാം ഇത് അനുവദിച്ചത്, മാംസാഹാരത്തെ അനുവദിച്ചത്, അല്ലെങ്കിൽ ഉദ്ഹിയ്യത്തിന്റെ മാംസം വിതരണം ചെയ്യണം എന്ന് വിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം കൽപ്പിച്ചതിന് പിന്നിൽ ഒരുപാട് യുക്തികളുണ്ട്, ഒരുപാട് ചിന്തകൾ നമുക്ക് അതിൽ പങ്കുവെക്കാൻ കഴിയും. ഒന്നാമതായി, വിശുദ്ധമാക്കപ്പെട്ട പെരുന്നാൾ ദിവസം, ഒരു ആഘോഷത്തിന്റെ ദിവസം, നല്ല ഭക്ഷണം എല്ലാവർക്കും ലഭിക്കട്ടെ, പാവപ്പെട്ടവർ നല്ല ഭക്ഷണം കഴിക്കട്ടെ എന്ന താല്പര്യം വിശുദ്ധമായപ്പെട്ട ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട്. അല്ലെങ്കിലും മനുഷ്യന് ഇസ്ലാം മാംസാഹാരം അനുവദിച്ചതിന്റെ പിന്നിൽ ഭൂമ്യശാസ്ത്രപരമായ ഒരുപാട് കാര്യങ്ങൾ അതിന്റെ പിന്നിലുണ്ട്. കാരണം ലഭ്യത, മനുഷ്യന്റെ ശരീരത്തിന് രുചികരമായ ഭക്ഷണം ലഭിക്കണം, അത് മനുഷ്യന്റെ ഒരു വികാരമാണ്. അതിനുവേണ്ടി ലോകത്ത് ലഭ്യമായ ഒരുപാട് വസ്തുക്കളുണ്ട്. ആ വസ്തുക്കളിൽപ്പെട്ട ഒന്നാണ് ഇത്തരം മൃഗങ്ങൾ. ആ മൃഗങ്ങളെ വിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം അനുവദിച്ചു. എന്നാൽ ഈ മൃഗങ്ങൾക്ക് ജീവനുണ്ട്, അതുകൊണ്ട് ഇവകളെ കൊല്ലാൻ പാടില്ല എന്ന് വാദിക്കുന്ന ആളുകൾക്ക്, ജീവികൾക്കൊക്കെ ഇന്ദ്രിയാനുഭവം ഉണ്ടായതുകൊണ്ട് കൊല്ലുന്നത് പാപമാണ്, അത് ക്രൂരതയാണ് എന്ന് പറയുന്ന ആളുകൾ പുതിയ ശാസ്ത്രം പഠിക്കണം, പുതിയ സിദ്ധാന്തം പഠിക്കണം. എന്താ ശാസ്ത്രം പറയുന്നത്? പുതിയ സിദ്ധാന്തങ്ങൾ എന്താണ് നമ്മോട് പറഞ്ഞു തരുന്നത്? ഇവിടെയുള്ള സസ്യങ്ങൾക്ക്, മരങ്ങൾക്ക്, അവകൾക്കൊക്കെ ഇന്ദ്രിയാനുഭവം ഉണ്ട് എന്ന് തന്നെയാണല്ലോ ശാസ്ത്രം പഠിപ്പിക്കുന്നത്. എന്നിട്ട് അവകളുടെ നിഷ്കരണം മുറിച്ചു മാറ്റുന്നു, ചെടികൾ പറിച്ചു മാറ്റുന്നു, മരങ്ങൾ മുറിച്ചു മാറ്റുന്നു. അതൊന്നും ക്രൂരതയല്ല, അതൊന്നും ജീവനുള്ള വസ്തുക്കളെ അല്ലെങ്കിൽ ഇന്ദ്രിയാനുഭവമുള്ള വസ്തുക്കളെ നശിപ്പിക്കലല്ല എന്ന് പറയാതിരിക്കുകയും ചെയ്യുന്നത് വലിയ മണ്ടത്തരമാണ്, വങ്കത്തരമാണ് എന്ന് പൊതുസമൂഹം മനസ്സിലാക്കണം, ബുദ്ധിയും ചിന്തയുമുള്ള ആളുകൾ മനസ്സിലാക്കണം. ഈ മൃഗങ്ങളെ അറുക്കുന്നതിലൂടെ വലിയ സാമൂഹികമായ ഒരുപാട് മെച്ചങ്ങൾ സമൂഹത്തിൽ ലഭിക്കുന്നുണ്ട്. ഈ കന്നുകാലികളെ അറുക്കാതെ, ഈ മൃഗങ്ങളെ അറുക്കാതെ അവകളെ വെറുതെ വിട്ടുകഴിഞ്ഞാൽ അത് പെറ്റുപെരുകി നാട്ടിലത് വളർന്നു വരും. കന്നുകാലി കച്ചവടം നടത്തി ഉപജീവനം നടത്തുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്ക് തൊഴിൽ നഷ്ടപ്പെടും. സാമൂഹികമായ പ്രശ്നങ്ങളാണത്. അവർക്ക് തൊഴിൽ സർക്കാർ കൊടുക്കുമോ? അല്ലെങ്കിൽ അവർക്ക് ഈ പറയുന്ന മൗലവിമാർ, ഈ പറയുന്ന യുക്തിവാദികൾ അവർ കൊടുക്കുമോ ഈ ജോലി നഷ്ടപ്പെട്ട ആളുകൾക്ക്? ഇങ്ങനെ കന്നുകാലികളുടെ അനിയന്ത്രിതമായ വളർച്ച ഉണ്ടാകും. അത്
മനുഷ്യരുടെ സ്വസ്ഥമായ ജീവിതത്തിനെ തകർക്കും. അത് വലിയ പ്രശ്നമല്ലേ? അത് വലിയ ബുദ്ധിമുട്ടല്ലേ? അത് സാമൂഹികമായ ഒരു വിപത്തല്ലേ? അത് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഇതിലൂടെ നടക്കുന്നുണ്ട്. എന്തൊക്കെ ദുരിതങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. ആ അനുഭവിക്കുന്നവർക്ക് സാന്ത്വനമായി നമ്മുടെ ഉദഹീയത്തിൻ്റെ സംഖ്യ, അതിന് ചെലവഴിക്കുന്ന പണം എത്തിക്കാൻ സാധിക്കുമെങ്കിൽ അതല്ലേ നല്ലത്? അതാണല്ലോ ചെയ്യേണ്ടത്. അല്ലാതെ അറുത്ത് തള്ളുക, രക്തം കാണിക്കുക, എന്നിട്ട് പുണ്യം നേടുക എന്ന പ്രാകൃതമായ, കാരുണ്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ക്രൂരമായ പുണ്യകർമ്മം എന്ന നിലക്ക് കരുതപ്പെടുന്ന ഈ പ്രവൃത്തി നാം ആലോചിക്കേണ്ടത് ഒരു മാനവികമായ ഒരു മതത്തിന് ചേർന്നതല്ല. തീർച്ചയായും ഇസ്ലാം അത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. എല്ലാത്തരം ദിവ്യബലികളെയും ഇതിൻ്റെ മതമാണ് ഇസ്ലാമെങ്കിൽ കാരുണ്യമാണ് എല്ലാറ്റിലും തെളിഞ്ഞു കാണേണ്ടത്. ഇവിടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അള്ളാഹുവിനില്ലാത്ത കാരുണ്യം എന്തിനാണ് ഈ മൗലവിക്ക്? പ്രവാചകനില്ലാത്ത കാരുണ്യം എന്തിനാണ് ഈ മൗലവിക്ക്? അള്ളാഹുവും പ്രവാചകനും കൽപ്പിച്ചതല്ല ഇത് എന്നാണ് ഞാൻ പറയുന്നത്. അള്ളാഹു ഇങ്ങനെ കൽപ്പിച്ചിട്ടില്ല, പ്രവാചകൻ ഇങ്ങനെ കൽപ്പിച്ചിട്ടില്ല. പറയുന്നത് ഉദ്ഹിയത്തിന്റെ മൃഗങ്ങളുടെ എണ്ണം കുറച്ചിട്ട് ആ കിട്ടുന്ന പൈസ, ബാക്കി വരുന്ന പൈസ പാവപ്പെട്ടവർക്ക് സഹായിച്ചുകൂടെ എന്നാണ്. വലിയ പൊട്ടത്തരമാണ് ഈ പറയുന്നത്. വലിയ ബുദ്ധിശൂന്യതയാണ് ഈ പറയുന്നത്. ഭക്ഷണം കുറച്ച് കഴിച്ചുകൊണ്ട് മിച്ചം വരുന്ന പൈസ കൊണ്ട് കാറ് വാങ്ങാമെന്ന് പറയുന്നത് എന്ത് പൊട്ടത്തരാണ്? ഭക്ഷണം മനുഷ്യന് അത്യാവശ്യമല്ലേ? ഇതുപോലെയാണ് ഈ വാദം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിശുദ്ധ മുഅ്മിനീങ്ങൾ, സത്യവിശ്വാസികൾ പരലോക പ്രതിഫലം അതിയായി കാംക്ഷിക്കുന്ന ആളുകളാണ്. അതിനുവേണ്ടിയാണ് ബലികർമ്മം നിർവഹിക്കുന്നത്. അവർ അതേ പ്രവർത്തനത്തോടുകൂടെ, അതേ താല്പര്യത്തോടുകൂടെ, ബലി വെറുതെറുക്കില്ലല്ലോ, അത് പരലോകത്തെ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് ചെയ്യുന്നതാണ്. അതേ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് തന്നെ സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട്. അത് കാണാനുള്ള കണ്ണ് വേണം. ബലിയും അതിന്റെ ദാനവും അത് അള്ളാഹുവിനുള്ളതാണ്. അതിന്റെ മാംസം അത് പാവപ്പെട്ടവർക്കുള്ളതാണ്. സൗദി അറേബ്യയിലൊക്കെ ബലികർമ്മം നടത്തുന്ന മൃഗങ്ങളുടെ ഇറച്ചി ആഫ്രിക്കയിലെ പാവപ്പെട്ട ആളുകൾക്ക് വിതരണം ചെയ്യപ്പെടുന്നു എന്നൊക്കെ നമ്മൾ വാർത്തയിൽ കാണുന്നു, വായിക്കുന്നു. ഇതൊക്കെ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ, അവരുടെ ഭക്ഷണാവശ്യത്തിനും രുചികരമായ ഭക്ഷണ ലഭ്യതകൾക്കും ഒക്കെ നടത്തുമ്പോൾ അതിന് ക്രൂരതയായി വിലയിരുത്തുന്നത് വലിയ പൊട്ടത്തരമാണ് എന്ന് മനസ്സിലാക്കണം. ഒരു വിശ്വാസി ഒരു മൃഗത്തെ ബലിയറുക്കുന്നതോടുകൂടെ ആ മൃഗത്തിനൊരു സ്ഥാനം കൊടുക്കുകയാണ്. കാരണം സാധാരണഗതിയിൽ എവിടെയോ അഴുകി ജീവിക്കേണ്ടിരുന്ന ഒരു മൃഗത്തിന് ഈ മനുഷ്യനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള വാഹനമായി ഈ ഉരുവിനെ മാറ്റപ്പെടുന്നു. വാഹനമായി ഈ ഒതുഹിയത്തറുക്കപ്പെടുന്ന മൃഗത്തെ മാറ്റപ്പെടുകയാണ്. എവിടെയോ കിടന്ന് ചീഞ്ഞു നാറി പോവേണ്ടിയിരുന്ന ഒരു മൃഗത്തിനെ ഒതുഹിയത്ത് എന്ന് പറയുന്ന വിശുദ്ധമായ കർമ്മത്തിലൂടെ നമ്മൾ മുഅ്മിനീങ്ങൾ, സത്യവിശ്വാസികൾ ഉയർത്തിക്കൊണ്ടുപോയി സ്വർഗത്തിലേക്കുള്ള തങ്ങളുടെ വാഹനമാക്കി കണക്കാക്കുകയാണ് ഉദ്ഹിയത്തിലൂടെ ചെയ്യുന്നത്. ആ മൃഗത്തിന് സ്ഥാനം കൊടുക്കുന്നു. അതിലപ്പുറത്ത് ആ മൃഗത്തിന് ക്രൂരത കാണിക്കുന്നു എന്ന് പറയുന്നവർ നബി തങ്ങളുടെ വചനം കേൾക്കണം. നബി തങ്ങൾ പറയുന്നത് എന്താണ്? നിങ്ങൾ ഉദ്ഹിയത്തറുക്കുമ്പോൾ നിങ്ങളുടെ കത്തിക്ക് മൂർച്ച വേണേ എന്നാണ്. നിങ്ങൾ മൃഗത്തിനെ ബലിയിറക്കുമ്പോൾ കത്തിക്ക് മൂർച്ച വേണം. എന്തുകൊണ്ട്? അതിനെ പെട്ടെന്ന് അറുക്കണം. അതിനെ പെട്ടെന്ന് അറുത്തതിന്റെ ജീവൻ പോകണം. അതിനെ പ്രയാസപ്പെടുത്തരുത്, അറവിൽ വരെ ബുദ്ധിമുട്ടിക്കരുത് എന്ന രീതിശാസ്ത്രവും തത്വശാസ്ത്രവും മുന്നോട്ട് വെച്ച മതമാണ് ഇസ്ലാം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാൾ ഒരു മൃഗത്തിനെ അറുക്കുമ്പോൾ ആ മൃഗത്തിന്റെ മുമ്പിൽ വെച്ച്, അതിന്റെ തലയിൽ കാല് വെച്ച്, അതിന്റെ മുമ്പിൽ വെച്ച് കത്തി മൂർച്ച കൂട്ടിയപ്പോൾ നബി തങ്ങൾ ചോദിച്ചത്, നീ അതിനെ 2 വട്ടം അറുക്കുകയാണല്ലേ എന്നാണ്. ഇങ്ങനെ ചെയ്യരുത്, ആ മൃഗത്തിന്റെ മുമ്പിൽ വെച്ച് നിന്റെ കത്തി പോലും മൂർച്ച കൂട്ടരുത് എന്ന് പറഞ്ഞ് മൃഗത്തിനോട് കരുണ ചെയ്യാൻ, മൃഗത്തിന് അറുക്കുമ്പോൾ അതിന് വെള്ളം കൊടുക്കാൻ കൽപ്പിച്ച് സഹനത്തോടെ കാരുണ്യത്തോടെ ഏതോ ഭൂമികയിൽ, ഏതോ അങ്ങാടിയിൽ, ഏതോ തെരുവിൽ ഭക്ഷണം കിട്ടാതെ ചീഞ്ഞു നാറി മരിക്കേണ്ടിയിരുന്ന ഒരു മൃഗത്തിന് ഉന്നതമായ പദവി നൽകി അനുഗ്രഹിക്കുകയാണ് ഉദ്ഹിയത്തിലൂടെ, ബലികർമ്മത്തിലൂടെ, ദബഹയിലൂടെ നടക്കുന്നത്. ഈ കാര്യം മനസ്സിലാക്കാത്തവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് എന്ന് നമുക്ക് പറയും. ഇനി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു മൃഗത്തിന്റെ പരമാവധി ആയുസ് 25 വർഷമാണ്. ഈ മൃഗത്തെ അറുത്തിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? നാൽക്കാലികൾ അറുക്കുന്നേയില്ല. എന്താണ് സംഭവിക്കുക? പാല് തരുന്ന കാലം വരെ പശുവിനും എരുമക്കും പുല്ല് കിട്ടും. അങ്ങനെ തന്നെയാണല്ലോ. എന്നാൽ പോത്തിനും മൂരിക്കും ട്രാക്ടറുകൾ വന്നതിനാൽ ഉഴുത് മറിക്കേണ്ട പണിപ്പല്ല, ഉഴുത് മറിക്കേണ്ട ജോലി ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് തന്നെ ഇവകളെ പിന്നെ എന്തിനാണ് വളർത്തുന്നത്? ഭക്ഷണമാക്കാൻ, മാംസമാക്കാൻ, ഭക്ഷിക്കാൻ.
ഇതിനാണ് വളർത്തുന്നത്. കറവ പറ്റിയ പശുവിനെ അറുക്കും. അല്ലെങ്കിൽ പിന്നെ എന്താണ് ഇതിനെ ചെയ്യുക? ഇതിനെ അറുക്കുന്നില്ലെങ്കിൽ ഇവകൾ നരകിച്ച് ചാവുകയാണോ ചെയ്യേണ്ടത്? ഇവകളെ നോക്കാൻ ഏത് മനുഷ്യരാണ് രംഗത്ത് വരിക? അപ്പോ ഇതിൻ്റെയൊക്കെ ലക്ഷ്യം മാംസമാക്കുക എന്ന് തന്നെയാണ്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി നമുക്ക് വേണം. അള്ളാഹുവിന് വേണ്ടത് ഈ ഒദ്ഹിയ്യത്തറുത്ത മൃഗത്തിന്റെ ചോരയോ രക്തമോ ഒന്നുമല്ല. അള്ളാഹുവിന് വേണ്ടത് അള്ളാഹുവിന് ഈ ഒദ്ഹിയ്യത്തറുത്ത മൃഗത്തിന്റെ രക്തം വേണ്ട, അതിന്റെ മാംസം വേണ്ട. അതൊക്കെ പാവങ്ങൾക്കുള്ളതാണ്. അള്ളാഹുവിന് വേണ്ടത് മനുഷ്യന്റെ മനസ്സിലുള്ള നീയത്താണ് വേണ്ടത്. മനുഷ്യന്റെ മനസ്സിലുള്ള തഖ്വയാണ് അള്ളാഹുവിന് വേണ്ടത്. ഇതാണ് ബലിയുടെ അന്തസത്ത. ഇതാണ് ഉദ്ഹിയ്യത്തിന്റെ അന്തസത്ത. മനുഷ്യൻ അള്ളാഹു സമ്പത്ത് നൽകി അനുഗ്രഹിച്ച മനുഷ്യൻ അള്ളാഹു പറയുന്നു, നിനക്ക് സമ്പത്തുണ്ടെങ്കിൽ നീ ഉദ്ഹിയ്യത്ത് അറുക്കണം. ആ അള്ളാഹുവിന്റെ വാക്കിന് ഈ മനുഷ്യൻ വഴിപ്പെട്ടോ, അള്ളാഹുവിന്റെ ആ കൽപ്പനക്ക് ഈ മനുഷ്യൻ അംഗീകരിക്കുന്നുണ്ടോ എന്ന് അള്ളാഹു പരീക്ഷിക്കുകയാണ് ബലികർമ്മത്തിലൂടെ ചെയ്യുന്നത്. അഥവാ അള്ളാഹുവിന് വേണ്ടത് മനുഷ്യന്റെ മനസ്സിലെ വിശ്വാസത്തിന്റെ ദൃഢതയെയാണ്, തഖ്വയെയാണ് അള്ളാഹുവിന് വേണ്ടത്. അല്ലാതെ ഇതിന്റെ മാംസമല്ല, ഇതിന്റെ ചോരയല്ല, രക്തമല്ല. അള്ളാഹുവിന് വേണ്ടത് ഇത് ആ മനുഷ്യൻ ആ മൃഗത്തിനെ അറുക്കാൻ വേണ്ടി പ്രയത്നിക്കുന്നുണ്ടോ, അതിനുവേണ്ടി സമ്പത്ത് ചെലവഴിക്കുന്നുണ്ടോ, അത് പാവങ്ങൾക്ക് വിതരണം ചെയ്യുന്നുണ്ടോ എന്നതാണ് അള്ളാഹു നോക്കുന്നത് എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി ഉദ്ഹിയ്യത്ത് വിശുദ്ധമായ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല എന്ന് പറയുന്ന മൗലവിമാർ ശ്രദ്ധിക്കേണ്ടത്, മഹാനായ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു, ഇമാം ഇബ്നു മാജ റളിയല്ലാഹു അൻഹു ഒക്കെ ഉദ്ധരിച്ച ഹദീസുണ്ട്. നബി തങ്ങളോട് സഹാബത്ത് എന്ന് ചോദിക്കുന്നുണ്ട്, സഹാബ നബിയെ മഹാദിഹിൽ അല്ലാഹി, എന്താണ് നബിയെ ഉദ്ഹിയ്യത്ത്? അതിന് നബി തങ്ങൾ പഠിപ്പിച്ചത് സുന്നത്തു അബീക്കും ഇബ്രാഹിം, ഇത് നിങ്ങളുടെ പിതാവായ ഇബ്രാഹിം നബിയുടെ ശരിയാണ്. ഖാലു ഫമാ ലനാ ഫിഹാ യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് എന്താണ് ഈ ഉദ്ഹിയ്യത്ത് അറുത്താൽ കിട്ടുക എന്ന് നബി തങ്ങളോട് ചോദിക്കുമ്പോൾ നബി തങ്ങൾ പറയുന്നത് ബികുല്ലി ശഅറത്തിൻ ഹസന, ഓരോ മുടിക്കും നിങ്ങൾക്ക് കൂലിയുണ്ട്. ആ ഉദ്ഹിയ്യത്തിന്റെ മൃഗത്തിലെ ഓരോ മുടിക്കും നിങ്ങൾക്ക് കൂലിയുണ്ട്. ഫസ്സൂഫി യാ റസൂലല്ലാഹ്, അപ്പോൾ ഇതിന്റെ രോമത്തിനോ നബിയെ എന്ന് ചോദിക്കുമ്പോൾ ബികുല്ലി ശഅറത്തിൻ മിന സൂഫി ഹസന, ഓരോ കാര്യങ്ങൾക്കും ആ മൃഗത്തിന്റെ ശരീരത്തിലുള്ള ഓരോ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞു വെക്കുകയാണ് നബി തങ്ങൾ ചെയ്യുന്നത്. ഇതൊക്കെ ഹദീസുകളിൽ, സ്വഹീഹായ ഹദീസിന്റെ കിതാബുകളിൽ പറയപ്പെട്ട സംഗതികളാണ്. എന്നിട്ടും ഉദ്ഹിയ്യത്ത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വിഡ്ഢിത്തം വിളമ്പുന്ന മൗലവിമാരെ സമൂഹം ശ്രദ്ധിക്കണമെന്ന് സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.